ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ് എല്ലാവർക്കും മുന്നിൽ ചാരുവിനെയും ബാലൻ മാഷിനെയും നാണം കെടുത്തിയ ശേഷം അവിടെ നിന്നും ശ്രേയയോടൊപ്പം അവരുടെ കാറിൽ പോവുകയാണ്. എന്നിട്ട് ഹേമയും അരവിന്ദും ശ്രേയയും അമ്മയും കുഞ്ഞുമോളും ശാന്തപ്പനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ഹേമ അരവിന്ദിനോട് പറയണ്, നീ എന്നെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ, നീ എന്നോട് പോലും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ അരവിന്ദ് പറയണേ, ഞാൻ അമ്മയോട് പലതവണ പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷേ പിന്നെ എനിക്ക് തോന്നി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ത്രില്ലിങ് തരാമെന്ന്. അമ്മ എങ്ങാനും എല്ലാവർക്കും മുന്നിൽ വെച്ച് ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ചൂടാകുന്ന സമയത്ത്, അവരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് എല്ലാതും വിളിച്ചു പറഞ്ഞെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അമ്മയിൽ നിന്നും മറച്ചു വെച്ചത്. അമ്മ എന്ന് എന്നോട് യാചിച്ചു പറഞ്ഞതല്ലേ, ഞാൻ അമ്മയോട് സത്യം പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നി വേണ്ട എന്ന്. എൻ്റെ മനസ്സ് എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നെന്നോ അമ്മയോട് സത്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ശ്രേയയുടെ അമ്മ പറയണേ, എന്തായാലും മോന് ഞങ്ങളെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ശ്രേയ പറയണേ, അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുത്തത് അത് നന്നായുള്ളൂ. അപ്പോൾ അരവിന്ദ് പറയണേ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എല്ലാവർക്കും മുന്നിൽ വെച്ച് തുണിക്കച്ചവടക്കാരിയെ കൊണ്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേഡത്തിൻ്റെ കാല് പിടിപ്പിച്ചില്ല, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അപ്പോൾ ശാന്തപ്പനും പറയണ, അത് ശരിയാണ്, അവളും ബാലൻ മാഷും എല്ലാവർക്കും മുന്നിൽ നാണം കേട്ടു. ഇതിലും വലിയൊരു തിരിച്ചടി അരവിന്ദ് മോനെ നിനക്കിനി കൊടുക്കാനില്ല. ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവരുടെ മുന്നിൽ അഭിനയിച്ചതും ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നും പ്ലാൻ ചെയ്തതും. മേഡത്തിന് ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ശ്രേയയുടെ അമ്മ പറയാണ്, അല്ല മോൻ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഇനി മേഡം എന്നൊക്കെ വിളിക്കുന്നത്, ഇനി മുതൽ ശ്രേയ എന്ന് പേരെടുത്ത് വിളിച്ചോളും. അപ്പോൾ ശ്രേയ അതിനെന്താ, ഞാൻ വിളിച്ചോളാം എന്ന് അരവിന്ദ് പറയാൻ ഒരുങ്ങുമ്പോൾ ശ്രേയ പറയണം, അത് വേണ്ട, എന്നെ മേഡം എന്ന് തന്നെ വിളിച്ചാൽ മതി, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് പറയണ, അത് ശരിയാണ്, ഇത് തന്നെയാണ് ഒരു ത്രില്ലിങ്. കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഭാര്യയെ ഞാൻ മേഡം എന്ന് വിളിക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രത്യേക ത്രില്ലിങ്ങോ, അതെന്താ? അതങ്ങനെയാണ്. മേഡം ശ്രേയ എന്ന് വിളിക്കുമ്പോഴും മേഡം എന്ന് വിളിക്കുമ്പോഴും രണ്ടും വ്യത്യാസമുണ്ട്. മേഡം എന്ന് തന്നെയാണ് വിളിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. ഈ സമയം ബാലനാകെ നാണം കെട്ടത് കൊണ്ട് ബാലൻ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ബാലൻ പൊട്ടിക്കരയുന്നത് കണ്ട് ചാരുവും അനുവും അശ്വതിയും ആകാശം ഒക്കെ ഓടി ചെല്ലാൻ ഗോവിന്ദനൊക്കെ ചെല്ലാണ്. എന്തിനാണ് ബാലമാമ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ബാലമാമ തളർന്നു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചാരു ചോദിക്കുമ്പോൾ, ഞാനും ഒരു മനുഷ്യനാണ് മോളെ. ആകാശ് പറയണ, അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോവാം അച്ഛ. അപ്പോൾ ബാലൻ പറയണേ, എടാ മോനെ, നമ്മുടെ മാനവും അഭിമാനവും അന്തസ്സും എല്ലാം നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ അശ്വതിയും അനുവും പറയണ, അച്ഛൻ ഇങ്ങനെ തളരരുത്, അച്ഛൻ തളർന്നാൽ ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ബാലൻ പറയണേ, എത്രയെന്ന് വെച്ചാൽ ഇതുപോലെ തിരിച്ചടികൾ എനിക്ക് ലഭിക്കുന്നത്, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും മുന്നിൽ എത്ര തവണയാണ് അപമാനപ്പെട്ട് നിൽക്കുന്നത്, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ബാലൻ കരയുകയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് ബാലനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ രമേശൻ പറയണേ, ഈ അവസരത്തിൽ എനിക്ക് പറയാൻ അറിയുമോ എന്ന് അറിയില്ല, എന്നാലും ബാലമാമ ഇങ്ങനെ സങ്കടപ്പെടരുത്. ബാലമാമ ചിരിച്ചാൽ ഞങ്ങൾ എല്ലാവരും ചിരിക്കും, ബാലമാമ സങ്കടപ്പെട്ടാൽ ഞങ്ങൾ മരിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ രമേശനും പറയണ്ടോ. അങ്ങനെ ബാലന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ബാലനെ ആശ്വസിപ്പിക്കുകയാണ്, ഗോവിന്ദനും എല്ലാവരും ചേർന്ന്. അപ്പോൾ ആകാശ് പറയാണ്, അച്ഛ, നമ്മളുടെ ഭാഗത്താണ് തെറ്റുണ്ടായത്, ഒരിക്കലും അവനെ വിശ്വസിക്കരുത് എന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും നമ്മളെ വിശ്വസിച്ചില്ലേ, അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ ചാരു പറയണേ, അത് അരവിന്ദേട്ടൻ്റെ നല്ല ഭാവിയെക്കുറിച്ച് ഓർത്തും അരവിന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ടും അല്ലേ അക്കുചേട്ട. അപ്പോൾ ബാലൻ പറയണേ, ശരിയാണ്, നമുക്ക് അവനോട് സ്നേഹവും അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സങ്കടവും എല്ലാം ഉണ്ട്, പക്ഷെ അവന് തിരിച്ച് അതൊന്നുമില്ലല്ലോ. അവളുടെ കാലിൽ വരെ നിന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചില്ലേ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവളെപ്പോലെ ദുഷ്ടയായ ഒരുത്തിയുടെ കാലിൽ നിന്നെ കൊണ്ട് അവൻ മാപ്പ് പറയിപ്പിച്ചില്ലേ, ഒരിക്കലും അവൻ ഗുണം പിടിക്കില്ല. അപ്പോൾ ചാരു പറയണേ, വേണ്ട ബാലമാമേ, അരവിന്ദേട്ടനെ ബാലമാമയുടെ നാവ് കൊണ്ട് ശപിക്കരുത്, നമ്മൾ അരവിന്ദേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ട് ബാലമാമ തന്നെ അങ്ങനെ ശപിക്കരുത് എന്നൊക്കെ ചാരു പറയണേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അച്ഛൻ ഇങ്ങനെ കരയരുത് എന്ന് ആകാശ് പറയണേ. ബാലൻ പറയണേ, ദുഷ്ടരെ ഇങ്ങനെ വിജയിപ്പിച്ച ന്യായമുള്ളവർക്ക് ഇനി എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും, ഇവരെ പോലെയുള്ളവരൊക്കെ ജയിച്ചാൽ എന്ത് ചെയ്യാനാവും എന്നൊക്കെ ബാലൻ പറയുമ്പോൾ ആകാശ് പറയണ, ഇല്ല, ഒരിക്കലും അവരെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച അവൻ ഒരിക്കലും വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം അച്ഛൻ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. അച്ഛനിപ്പോൾ നമ്മളോടൊപ്പം വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ബാലനെയും കൂട്ടി
എല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ ശേഷം ബാലൻ കാറിൽ തന്നെ ഇരിക്കുകയാണ് ആലോചിച്ച്. അപ്പോൾ ചാരു ബാലമാമേ വീടെത്തി എന്ന് പറഞ്ഞ് വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടു കൂടി ബാലൻ അകത്തേക്ക് കയറി ചെല്ലട്ടെ. ഈ സമയം ഹേമയും അരവിന്ദും വല്ലാതെ സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഹേമ മധുരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന് കൊടുക്കുകയാണ്. എന്നിട്ട് അരവിന്ദാണെങ്കിലും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല അമ്മേ, വല്ലാത്ത ഒരു കുളിർമയാണ് കിട്ടുന്നത്, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അപ്പോഴാണ് ഹേമയും അരവിന്ദും ബാലനും ആകാശും ചാരും ഒക്കെ വരുന്നത് കാണുന്നത്. അപ്പോൾ അരവിന്ദ് ബാലനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സംസാരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു നല്ല ടേസ്റ്റുള്ള മധുര പലഹാരമായിട്ടുണ്ട്, നല്ല രുചിയായിട്ടുണ്ട്, അമ്മ ഇത്രയ്ക്ക് സ്വാദോടുകൂടി ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരെ കണ്ടപ്പോൾ കളിയാക്കിയ മട്ടിൽ അരവിന്ദ് പറയണ, അമ്മ ഉണ്ടാക്കിയതാണ്, നല്ല ചൂടോടെ തന്നെ ഇത് കഴിച്ചോളൂ, നല്ല സ്വാദുണ്ട്, ബാലൻ മാഷിന് വേണോ എന്നൊക്കെ ബാലനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അരവിന്ദ് ആ പ്ലേറ്റ് അങ്ങ് ബാലൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ് കേട്ടോ. അപ്പോൾ ബാലനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുകയാണെന്നുള്ളത് ആകാശിനും ചാരുവിനും അശ്വതിക്കും അനുവിനും രമേശിനും ഗോവിന്ദനൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരൊക്കെ അരവിന്ദിനെ ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ നോക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ വാക്ക് ധിക്കരിക്കാത്ത മകനുണ്ടെങ്കിൽ അത് ഞാനല്ലേ അമ്മേ എന്നൊക്കെ അരവിന്ദ് ഹേമയോട് പറയട്ടെ. അപ്പോൾ ഹേമ സന്തോഷത്തോടു കൂടിയാണ്, അതെനിക്ക് അറിയാമല്ലോ മോനെ എന്നൊക്കെ പറയാണ്. അപ്പോൾ നീ എന്തിനാണ് നീ ബാലൻ മാഷിന് വെറുതെ മധുരമൊക്കെ കൊടുക്കാൻ പോകുന്നത്? അതിലും വലിയ മധുരമല്ലേ നീ അവിടെ എല്ലാവർക്കും മുന്നിൽ വെച്ച് സഭയിൽ വെച്ച് കൊടുത്തത്. ഇപ്പം തന്നെ അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും, ഇനി നീ കൊടുത്താലും അവർ കഴിക്കില്ലടാ എന്ന് അരവിന്ദിനോട് പറയുമ്പോൾ, അതല്ലല്ലോ അമ്മേ, ഞാനല്ലേ ഇവരുടെ മൂത്ത മകൻ, അപ്പോൾ ഞാൻ കൊടുത്താൽ ഉറപ്പായും ഇവർ കഴിക്കും അല്ലേ ബാലൻ മാഷേ, ഇത് കഴിച്ചോളൂ എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ആകാശിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ആകാശ് ആ പ്ലേറ്റ് ഒരു തട്ടങ്ങ് വെച്ച് കൊടുത്ത്, വേണ്ടാന്ന് വെക്കുമ്പോൾ നീ കൂടുതൽ ഓവറാകുന്നോടാ എന്നും ചോദിച്ച് അരവിന്ദിൻ്റെ ഷർട്ടിലെ കോളറയിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ആകാശും അരവിന്ദും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ നിൽക്കേണ്ട. അപ്പോൾ ഹേമയും അശ്വതിയും ചാരുവും അനുവും ഗോവിന്ദനും രമേശിനൊക്കെ അവരെ പിടിച്ചു മാറ്റുകയാണ്. വേണ്ടാന്ന് വെക്കുമ്പോൾ ഇവൻ ഓവറാകുന്നു, ഇവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അച്ഛനും ഞാനും നീയുമൊക്കെ ഇതുവരെയും എല്ലാം ശ്രമിച്ചിട്ടുള്ളൂ, ഇവൻ്റെ ജീവിതം നശിച്ചു പോവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അച്ഛൻ ഇവന് വേണ്ടി ഇതൊക്കെ ചെയ്തത്, ഞാനും നീയും ഒക്കെ ഇതുകൊണ്ടല്ലേ ചെയ്തത് ചാരു, നിനക്കറിയില്ലേ? പിന്നെ ഇവൻ കാണിച്ചത് ഒരു വലിയ ചതി തന്നെയല്ലേ, ഇവനെ നമ്മൾ ആരും മൈൻഡ് ചെയ്യാതെ ഇവൻ്റെ ജീവിതം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ അപമാനം നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ, ഇവനെയൊക്കെ കൊന്നു കളയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആകാശ് വീണ്ടും അരവിന്ദിനെ ഒരു തള്ളു വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയണേ, നീ എന്താടാ ഓവറാകുന്നു, വേണ്ടാന്ന് വെക്കുമ്പോൾ നീ എന്താ ആവാൻ നോക്കുന്നു, നീ എന്താടാ പറഞ്ഞത്, വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചു? ഞാനല്ല വിശ്വാസവഞ്ചന കാണിച്ചത്, ദേ ഈ നിൽക്കുന്ന ആളാണ് വിശ്വാസവഞ്ചന കാണിച്ചത്. എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി കൊടുത്താൽ ശ്രേയമായിട്ടുള്ള വിവാഹം നടത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇവർ ചെയ്ത ചതിക്ക് നിനക്കെന്താ ചോദ്യം ചെയ്യാനൊന്നുമില്ലേ? എന്നോട് എന്ത് ചതി ചെയ്താലും അതൊക്കെ ഞാൻ അങ്ങ് സഹിക്കണം, നിങ്ങളോട് എന്തെങ്കിലും ചെയ്താൽ എനിക്കത് ചോദിക്കാനും പാടില്ല, തിരിച്ചടിക്കാനും പാടില്ല അല്ലേ? എങ്കിൽ തെറ്റി, എന്നോട് ചെയ്ത ചതിക്ക് തന്നെയാണ് ഞാൻ ഇവരെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിച്ചതും ഇങ്ങനെ ഒരു ചതി ചെയ്തതും. നല്ലതുപോലെ പറഞ്ഞതല്ലേ സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി തന്ന് ശ്രേയമായിട്ടുള്ള വിവാഹം നടത്തി തരാൻ. അപ്പോൾ സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി അവരുടെ പേരിലാകുന്നത് വരെ എന്താ പറഞ്ഞത്, ശ്രേയമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരാമെന്ന്. സ്വത്തുക്കളൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ശ്രേയമായിട്ടുള്ള വിവാഹം നടത്തി തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടത് തന്നെയാണ്, എല്ലാവർക്കും മുന്നിൽ ഇതുപോലെ അപമാനിച്ച് നാണം കെടുത്തി തലയും താഴ്ത്തി നിർത്തണം എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോഴും ബാലൻ ഒരക്ഷരം മിണ്ടാതെയാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. ഓ ഹേമ അരവിന്ദിനോട് പറയണ, മതിയട നിർത്തിയേക്ക്, നമ്മളിങ്ങനെ സന്തോഷിക്കുന്നത് കണ്ടാലേ ഇങ്ങേർക്ക് അത് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇയാൾ ഇവിടത്തെ കാരണവരല്ലേ എന്നൊക്കെ ഹേമ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അശ്വതി പറയണ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ടടാ, നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, അതിനുള്ള തുടക്കമാണ് നീയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ വെറും തോന്നലാണ്. ഞാൻ ശ്രേയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണും, എന്നിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് നെഞ്ചു പൊട്ടി ചാവേണ്ടി വരും. അപ്പോൾ അനു പറയണ, അങ്ങനെ ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല, നിനക്കാണ് ഇനി ശ്രേയെ വിവാഹം കഴിച്ച് അങ്ങനെ ഒരു അവസ്ഥ വരാൻ വേണ്ടി പോകുന്നത്, അത് ഞങ്ങൾക്ക് കാണേണ്ടിയും വരും. അപ്പോൾ ഹേമ പറയണേ, നിന്നെയൊക്കെ ഞാൻ തന്നെ എല്ലടി പ്രസവിച്ചത്, നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആരുടെ ബലത്തിലാണെന്നുള്ളതൊക്കെ എനിക്കറിയാം, ഈ തുണിക്കച്ചവടക്കാരിയുടെ ബലത്തിലാണെങ്കിൽ നിങ്ങൾ ഇവള് പറയുന്നത് വിശ്വസിച്ച് വെറുതെ മനക്കോട്ട കെട്ടി നടക്കാനൊന്നും നിൽക്കണ്ട, അധികം വൈകാതെ തന്നെ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാവും
ഉണ്ടാവാൻ പോവുകയാണ്. അരവിന്ദ് പറയണ, അല്ല എന്താ അമ്മേ ബാലൻ മാഷിൻ്റെ വായയിൽ നാവില്ലേ, എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത്? എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കുക ആ അവസ്ഥ വന്നതുകൊണ്ടായിരിക്കുമല്ലേ? ഇനി മുതൽ അങ്ങോട്ട് എല്ലാവർക്കും മുന്നിൽ തലയും താഴ്ത്തി നാണം കെട്ടി നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇനി മുതൽ ഈ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി ചടങ്ങ് കൂടിയിരിക്കേണ്ടി വരും. പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് നാണക്കേടാവും ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിലൊരു ഭാഗമല്ലേ ഇപ്പം കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് ബാലനെയും താഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ചാരു പറയണേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ ആവാൻ വേണ്ടിയാണ് ബാലമാമ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിന് നിങ്ങൾ എത്രയും വലിയ ചതിയാണ് ബാലമാമയോട് ചെയ്തത്. നിങ്ങൾ പലതവണ ഇതുപോലെ ബാലമാമയെ നാണം കെടുത്തിയിട്ടും അപമാനിച്ചിട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്, അരവിന്ദേട്ടൻ്റെ ജീവിതം നല്ലതുപോലെ ആവാൻ വേണ്ടിയാണ് ബാലമാമ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ സംസാരിക്കുന്നത് കണ്ടില്ലേ? ദൈവം വിചാരിച്ചാൽ പോലും ഈ പാപത്തിൽ നിന്നും അരവിന്ദേട്ടന് രക്ഷപ്പെടാൻ കഴിയില്ല. ആരും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഹേമയും അരവിന്ദും കളിയാക്കിയ മട്ടിൽ പരിഹാസത്തോടു കൂടിയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. എന്നിട്ട് അരവിന്ദ് പറയാണ്, നീ എങ്ങനെ പലതും പറയും, നീ ഇനി ഇങ്ങനെയൊക്കെ പലതും പറയാൻ തന്നെയാണ് നിന്നെ കൊണ്ട് കഴിയൂ. ഇനി ഒന്നും ചെയ്യാനും കഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കരയാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ കരയാൻ പോകുന്നത് റൂം അടച്ച് നിന്റെ ബാലമാമയാണ് കരയാൻ പോകുന്നത്, അല്ലാതെ ഞാനല്ല. നീ ഇപ്പോൾ പറഞ്ഞ ഓരോ വാക്കുകളും നിനക്കിനി പറയാൻ മാത്രമേ കഴിയൂ. നിനക്കിനി പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. ഇനി മുതൽ എൻ്റെ കൺമുന്നിൽ പോലും വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ചാരുവിനോടും മോശമായിട്ട് സംസാരിക്കുകയാണ് അരവിന്ദും ഹേമയും. അങ്ങനെ ആകാശ് പറയുകയാണ്, ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് അധികാരവും അവകാശവുമാണടാ ഉള്ളത്? എൻ്റെ ചാരുവിനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിൻ്റെയും ശ്രേയയുടെയും വിവാഹം നടക്കുമെന്നാണോ നീ കരുതിയത്? എങ്കിൽ നീ കുറിച്ചു വെച്ചോ, നിൻ്റെയും ശ്രേയയുടെയും വിവാഹം ഒരിക്കലും നടക്കില്ല. കേട്ടപ്പോൾ അരവിന്ദും തിരിച്ചു വെല്ലുവിളിക്കുകയാണ്, അത് നമുക്ക് നോക്കാമടാ. എൻ്റെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വന്ന് മൂക്കും പിടിച്ച് സാപ്പിട്ടുകൊണ്ട് പോവാൻ നോക്ക്. അല്ലാതെ കല്യാണം മുടക്കാനൊന്നും ഇനി നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിന്റെ തലയിൽ ഈശ്വരൻ കരുതി വെച്ചത് ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിയാണ്. അയ്യോ, ഈശ്വരനല്ല, ദാ ഈ നിൽക്കുന്ന ബാലമാഷാണ് നിന്റെ തലയിൽ ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിയെ നിനക്ക് ചുമക്കാനുള്ള വിധി ഈ നിൽക്കുന്ന ബാലമാഷ് തന്നിട്ടുള്ളത്. പക്ഷേ നീ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ദൈവം എനിക്ക് കരുതി വെച്ചിട്ടുള്ളത് ചീഫ് എഞ്ചിനീയറെയാണ്. അതുകൊണ്ടാണ്. അതിന് നീ എത്ര തന്നെ അസൂയപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. കല്യാണത്തിന് വന്ന് നിങ്ങളെല്ലാവരും സാപ്പിട്ട് പോവാൻ നോക്കി എന്നും പറഞ്ഞ് ഹേമയും അരവിന്ദും പരിഹസിച്ചുകൊണ്ട് അവരെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പോഴേക്ക് ബാലൻ ഒരക്ഷരം പോലും മിണ്ടാതെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കണം. പിന്നീട് ആകാശം ചാരുവും റൂമിലെത്തിയ ശേഷം ആകാശിന് നല്ല ദേഷ്യം പിടിക്കുകയാണ്. എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത്. അവൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയാണ് അച്ഛനും നീയും ഞാനും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്നിട്ടും അവൻ്റെ തലയിൽ കയറുന്നില്ല. നിന്നെക്കൊണ്ട് അവളുടെ കാല് വരെ പിടിപ്പിച്ചു. ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഇതിനുള്ള ശിക്ഷ അവനും അവൾക്കും ഞാൻ കൊടുത്തിരിക്കും. അവൾ ചുളിവിലിരുന്നു കൊണ്ട് നിന്നെക്കൊണ്ട് അവളുടെ കാല് പിടിപ്പിച്ചു. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവർക്കും മുന്നിൽ നിന്നെയും അച്ഛനെയും അപമാനിച്ചതിന് ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും എന്നൊക്കെ ആകാശ് ചാരുവിനോട് പറയണേ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.